ഇടുക്കി തൊടുപുഴയിൽ നിന്ന് കാണാതായ ആളെ കൊലപ്പെടുത്തിയെന്നാണ് സംശയം. തൊടുപുഴ ചുങ്കം സ്വദേശി ബിജു ജോസഫിനെ കൊന്നൊളിപ്പിച്ചുവെന്ന് കരുതുന്ന ഗോഡൌണിൽ പോലീസ് പരിശോധന നടത്തുകയാണ്. കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ട 3 പേരെ പോലീസ് കസ്റ്റഡിയിലെത്തി ചോദ്യം ചെയ്തു. വ്യാഴാഴ്ച മുതലാണ് ബിജുവിനെ കാണാതായത്. സിജോ വർഗീസ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി. സിജോ, ഇതെന്താണ് ഈ കൊലയ്ക്ക് പിന്നിൽ? അജിംസ്, എന്താണ് ഇതിന് പിന്നിൽ എന്നുള്ള കാര്യത്തിനെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ വ്യാഴാഴ്ച മുതലാണ് ബിജുവിനെ കാണാതായിരുന്നത്. രാവിലെ പതിവ് പോലെ വീട്ടിൽ നിന്ന് ചായ കുടിക്കാനായി പുറത്തേക്ക് പോയതാണ് ബിജു. പിന്നീട് ബിജുവിനെ കാണാതാവുകയായിരുന്നു. സാധാരണഗതിയിൽ ഇത്തരത്തിൽ പലതവണയും മുമ്പും സമാനമായ രീതിയിൽ വീടിന് പുറത്തേക്ക് പോയി 2-3 ദിവസമൊക്കെ കഴിഞ്ഞ് മടങ്ങി വരാറുള്ള ഒരാളായിരുന്നു ബിജു. അത്തരത്തിൽ സ്വഭാവങ്ങൾ ഉള്ള ആളായിരുന്നു. പക്ഷേ ചില അസ്വാഭാവികത തോന്നിയതിനെ തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ബിജുവിൻ്റെ ബന്ധുക്കൾ തൊടുപുഴ പോലീസിൽ പരാതി നൽകിയത്. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, ഒരു വീടിന് സമീപത്ത് വെച്ചായി, ചുങ്കത്തുള്ള ബിജുവിൻ്റെ വീടിന് സമീപത്ത് വെച്ചായി ഒരു പിടിവലി നടന്നതായി സമീപവാസികൾ ഒരു വിവരം നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് പോലീസിൽ പരാതി നൽകുന്നത്. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ 3 പേരെ കസ്റ്റഡിയിലെടുക്കുന്നതിൽ ഒരാൾ ഈ കാപ്പ കേസിൽ പ്രതിയാണ്. കണ്ണൂർ പറവൂർ കലയന്താനി സ്വദേശികളാണ് നിലവിൽ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. ഈ പറവൂർ സ്വദേശിയെ കാപ്പ കേസിൽ പ്രതിയാണ്. ഈ ജില്ലയ്ക്ക് പുറത്തായിരുന്നു ഇയാൾ താമസിച്ചിരുന്നത്. ഇയാൾ തൊടുപുഴയാണ് താമസിച്ചിരുന്നത്. പറവൂരിലെത്തിയതിനെ തുടർന്നാണ് പിന്നീട് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നതും ചോദ്യം ചെയ്തതും. ഇതിൽ നിന്നും വിവരം ലഭിക്കുകയും ചെയ്തു. പിന്നീടാണ് ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 3 പേരെ ചോദ്യം ചെയ്തത്. അവരിൽ നിന്ന് ലഭിച്ച ഒരു വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ബിജുവിനെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയതാകാം എന്നുള്ളൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. ഈ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഈ കസ്റ്റഡിയിലുള്ള ആളുകളുമായി പോലീസ് ഈ കലയന്താനിക്ക് സമീപത്തുള്ള കാറ്ററിംഗ് സെൻറ്ററിലേക്ക് എത്തിയിരുന്നത്. ഈ ബിജുവും ഒപ്പം തന്നെ ഈ കസ്റ്റഡിയിലുള്ള ഒരാളും ആയി ഈ പാർട്ണർഷിപ്പിൽ ഈ പല ബിസിനസ്സുകളും ഉണ്ടായിരുന്നു. ഈ ബിജുവിന് ആംബുലൻസ് സർവീസ് ആയിരുന്നു, അതുപോലെ തന്നെ വർക്ക്ഷോപ്പ് ജോലികളുണ്ടായിരുന്നു, മറ്റ് കാറ്ററിംഗ് സർവീസുകളെല്ലാം തന്നെ നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഇവർ തമ്മിലുള്ള ഒരു പാർട്ണർഷിപ്പിനെ ചൊല്ലിയുള്ള സാമ്പത്തിക പ്രശ്നങ്ങളാകാം ഇത്തരത്തിലൊരു കൃത്യം നടത്തിയതിലേക്ക് നയിച്ചത് എന്നാണ് പോലീസിൻ്റെ ഒരു നിഗമനം. എന്തായാലും ഇവർ തമ്മിൽ നേരത്തെയും പ്രശ്നങ്ങളുണ്ടായിരുന്നു. പോലീസ് ഇടപെട്ട് പലപ്പോഴും ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു വന്നതുമാണ്. എന്തായാലും ഈ കാറ്ററിംഗ് സ്ഥലത്ത് ഇവരുടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഗോഡൗണാണ്. ഈ ഗോഡൗണിലാണ് ഇപ്പോൾ ഈ പോലീസ് ഈ കസ്റ്റഡിയിലുള്ളവരുമായി എത്തിയിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ വെച്ച് ഇവർ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് ഇവിടെ കൊണ്ടുവന്ന് ഈ മൃതദേഹം മറവ് ചെയ്തിട്ടുണ്ടാകാം എന്നുള്ള ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഇവരിൽ നിന്ന് ലഭിച്ച ചില സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, ഇതിൽ നിർണായകമായത് ഈ ബിജു താമസിക്കുന്ന ചുങ്കത്തിൽ അവരുടെ വീടിന് സമീപത്തുള്ള ഒരു തൊടുപുഴയിൽ കാണാതായ ആളെ ഗോഡൌണിൽ കൊന്നു എന്നാണ് ലഭിക്കുന്ന വിവരം.